20ാമത്തെ വയസ്സ് മുതൽ 30ാമത്തെ വയസ്സ് വരെയുള്ള പ്രായം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രായമാണ്. അതായത് കരിയറിലെ ഏറ്റവും മികച്ച തീരുമാനങ്ങൾ എടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്ന പ്രായമാണ് 20ാമത്തെ വയസ്സ് മുതൽ 29ാമത്തെ വയസ്സ് വരെയുള്ള പ്രായം എന്ന് പറയുന്നത്. അതായത് 20ാമത്തെ വയസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് പോക്കറ്റ് മണി മാത്രം മതി. കാരണം നമ്മൾ അവിടെ ഡിഗ്രിയോ PGയോ എടുക്കുന്ന ഒരു പ്രായമാണ്. അതിനുശേഷം നമ്മൾ കൃത്യമായി നമ്മുടെ കരിയർ പ്ലാൻ ചെയ്ത് ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ നമുക്ക് അവിടുന്ന് വരുമാനം ലഭിച്ചു തുടങ്ങി. അതിനുശേഷം നമ്മളൊരു മാരേജിലേക്ക് പ്രവേശിക്കുന്നു. അതിനുശേഷം പിള്ളേരായി അങ്ങനെ മൊത്തത്തിൽ ലോക്ക് ആവുന്ന ഒരു പ്രായമാണ് 20ാമത്തെ വയസ്സ് മുതൽ 29ാമത്തെ വയസ്സ് വരെയുള്ള പ്രായം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് WHO കണക്കുകൾ പ്രകാരം മനുഷ്യൻ ശരാശരി 110 വയസ്സ് വരെ ജീവിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 20ാമത്തെ വയസ്സ് മുതൽ കൃത്യമായി ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും സക്സസ് ആയിട്ടുള്ള ഒരു റിട്ടയർമെന്റ് ലൈഫ് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ 20ാമത്തെ വയസ്സ് മുതൽ നമ്മൾ ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ച് കൃത്യമായി പ്ലാൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് 20ാമത്തെ വയസ്സ് മുതൽ എങ്ങനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലോട്ട് കടന്ന് അത് കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യുകയും ബാക്കിയുള്ള ആസൂത്രണങ്ങളും കാര്യങ്ങളും എങ്ങനെ ചെയ്യണമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലുള്ള അറിവുകൾ നിങ്ങൾക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പേജ് ഫോളോ ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പൊ നമുക്ക് നോക്കാം. 20ാമത്തെ വയസ്സ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ നേരത്തെ പോലെ തന്നെ നമ്മൾ ഡിഗ്രി PG ഒക്കെ പഠിക്കുന്ന പ്രായമാണ്. അതായത് നമ്മളിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതായത് ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടത് നമ്മളിലേക്ക് തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് ഡിഗ്രി PG പഠനം അല്ലെങ്കിൽ എന്ത് തന്നെ പഠിച്ചു കഴിഞ്ഞാലും നമ്മൾ ഒരു ഹൈ ഇൻകം സ്കില്ല് നമ്മൾ നേടിയെടുക്കണം. ഹൈ ഇൻകം സ്കില്ല് എന്ന് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം സ്കില്ലുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്തരം ഹൈ ഇൻകം സ്കില്ലുകൾ നമ്മൾ നേടിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് നമുക്ക് നല്ലൊരു വരുമാന മാർഗം സൃഷ്ടിക്കാൻ വേണ്ടി. കാരണം നിലവിൽ ഇവിടെ വരുമാനത്തിൽ തൃപ്തരല്ലാത്തതുകൊണ്ടും നിലവിൽ ഇവിടെ ജോലി ഇല്ലാത്തത് കൊണ്ടാണ് കൂടുതൽ ആൾക്കാരും വിദേശത്തോട്ട് പോകുന്നത്. എന്നാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കണമെങ്കിൽ നമ്മളുടെ നാട്ടിൽ തന്നെ മികച്ച ഒരു വരുമാന മാർഗം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മളൊരു ഹൈ ഇൻകം സ്കില്ലും കൂടെ നമ്മൾ ആർജിക്കേണ്ടത് അത്യാവശ്യമാണ്. സാധാരണഗതിയിൽ ഒരു കമ്പനിയിൽ നമ്മൾ ജോലിക്ക് കയറുന്നു, മാസം നല്ലൊരു സാലറി നമുക്ക് ലഭിക്കുന്നു എന്ന് വിചാരിക്കും, ഒരു മാന്യമായ സാലറി. എന്നാൽ 28 ദിവസം നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ 12 മണിക്കൂർ 16 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സാലറി ഡിവൈഡ് ബൈ നമ്മൾ എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നു അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുക 28 കൊണ്ട്. അപ്പോൾ നമുക്ക് ഓരോ മണിക്കൂറിനും എത്ര രൂപ സാലറി കിട്ടുന്നുണ്ട് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും സാലറി ആയിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ സാലറി കൊണ്ട് നമ്മൾ തൃപ്തരാണോ? അല്ല. അതുകൊണ്ട് തന്നെ ഉയർന്ന സാലറി നമ്മൾ നേടിയെടുക്കണമെങ്കിൽ ഒരു ഹൈ ഇൻകം സ്കില്ല് നമ്മൾ ആർജിച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായി ഈ പ്രായത്തിൽ തന്നെ നമ്മൾ ഹയർ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് എഡ്യൂക്കേഷൻ ലോണുകൾ നമ്മൾ എടുക്കും. എന്നാൽ അത് വീട്ടുകാരുമായി അല്ലെങ്കിൽ മാതാപിതാക്കളുമായി കണക്ട് ചെയ്ത് നമ്മൾ എടുക്കരുത്. നമ്മളുടെ പേരിൽ തന്നെ എടുക്കാൻ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ലോണിന് പുറമെ പേഴ്സണൽ ലോണുകൾ, ക്രെഡിറ്റ് കാർഡുകൾ എന്നിവയെല്ലാം തന്നെ നമ്മൾ എടുക്കും. എന്നാൽ ഇതിൽ നിന്നും പരമാവധി അകന്നിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്തതായി ഈ പ്രായത്തിൽ തന്നെ ധാരാളം സ്പെൻഡിങ് ഹാബിറ്റുകൾ നമുക്കുണ്ടായിരിക്കും. അതായത് ആഡംബര വസ്തുക്കൾ വാങ്ങിക്കാനുള്ള ഒരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. എന്നാൽ ആഡംബര വസ്തുക്കൾ ഉപയോഗിക്കണ്ട എന്നല്ല പറയുന്നത്, ഉപയോഗിക്കണം. പക്ഷേ എന്നാൽ ഒരു പരിധിയിൽ കൂടുതൽ ആഡംബര വസ്തുക്കളിൽ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് നമ്മൾ വലിയ കാറുകൾ വാങ്ങിക്കുന്നു, വില കൂടിയ ബൈക്കുകൾ വാങ്ങിക്കുന്നു, വില കൂടിയ മറ്റു ഉപകരണങ്ങൾ വാങ്ങിക്കുന്നു. എന്നാൽ ഇവയിൽ നിന്നെല്ലാം ഒഴിവായി മാന്യമായ രീതിയിൽ പോകുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. കാരണം ഇവിടെ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അടുത്തതായി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഹെൽത്തിലോട്ടാണ്. അതിനായി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ ബൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്തുകൊണ്ട് ഇയർലി സ്റ്റേജിൽ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ശരാശരി 110 വയസ്സ് വരെ ജീവിച്ചിരിക്കും എന്നാണ് പറയുന്നത് WHO കണക്ക് പ്രകാരം. അതുകൊണ്ട് തന്നെ 110 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അതായത് ഇയർലി സ്റ്റേജിൽ തന്നെ 20ാമത്തെ വയസ്സ് മുതൽ നമ്മൾ ഇൻഷുറൻസിനെ കുറിച്ച് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ചെറിയ പ്രീമിയം മാത്രമാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ലോങ് ടൈം റണ്ണിങ്ങിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയ ബെനിഫിറ്റ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ചെറിയ എമൗണ്ട് മാത്രമായിരിക്കും നമുക്ക് അടക്കേണ്ടി വരുന്നത്. എന്നാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ 20ാമത്തെ വയസ്സൊക്കെയാണ്, ഏതെങ്കിലും സാഹചര്യത്തിൽ ആക്സിഡന്റ് അതേപോലത്തെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ കുടുംബത്തെയും നമ്മളെയും ഫിനാൻഷ്യലി ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമായും എടുക്കേണ്ടത് അത്യാവശ്യമാണ്.
അടുത്തതായി നമ്മൾ ഒരു ഹൈ ഇൻകം സ്കില്ല് നേടി അതേപോലെ തന്നെ നമുക്കൊരു തൊഴിലുമുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് കൃത്യമായോ മാന്യമായ ഒരു വരുമാനവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് കിട്ടുന്ന വരുമാനം മൊത്തം നമ്മൾ ചെലവഴിച്ചാൽ മതിയോ? പോരാ. ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം എത്രയാണ് അതിന്റെ 20% മികച്ച ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനിലോട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് ബോണ്ടുകൾ, സ്റ്റോക്സുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവയിലൊക്കെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അത് ഏർലി സ്റ്റേജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് ഡിസിഷൻ ആണ് ലോങ് ടൈം റണ്ണിങ്ങിൽ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ. അതായത് ഇൻവെസ്റ്റ്മെന്റുകൾ എന്തിനാണ് ഏർലി സ്റ്റേജിൽ പ്ലാൻ ചെയ്യുന്നത്? അതായത് ദീർഘകാലത്ത് വളരെ വലിയ ലക്ഷ്യങ്ങൾ നമുക്കുണ്ടായിരിക്കും. കാറുകൾ വാങ്ങിക്കണം, മികച്ച നിലവാരത്തിൽ നമുക്ക് ജീവിക്കണം, അതേപോലെ തന്നെ ഒരു വീട് നമുക്ക് പണിയണം. ഇങ്ങനെയുള്ള ധാരാളം ലക്ഷ്യങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകും. ഇത്തരം പ്ലാനുകൾ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം ലക്ഷ്യങ്ങൾ നമുക്ക് നിറവേറ്റണമെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ സാലറി കൊണ്ടും ഹൈ ഇൻകം സ്കില്ല് കൊണ്ടും മാത്രം നമുക്ക് നേടിയെടുക്കുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ കൃത്യമായ ഒരു ഇൻവെസ്റ്റ്മെന്റും കൂടെ ഉണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ കൊണ്ട് ഇത്തരം ലക്ഷ്യങ്ങൾ നമുക്ക് സുഗമമായി നേടിയെടുക്കാനും കൂടെ സാധിക്കും. അതുകൊണ്ട് തന്നെ 20ാമത്തെ വയസ്സ് മുതൽ 29ാമത്തെ വയസ്സ് വരെയുള്ളവർ കൃത്യമായി ഇത്തരം കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ അറിവ് വളരെ ഉപകാരമെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. ഇതേപോലെ അറിവുകൾക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പേജ് ഫോളോ ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.